നാടിനെ പിടിച്ചുലച്ച ആ മഹാദുരന്തം 20 വർഷങ്ങൾ പിന്നിടുമ്പോൾ അതിജീവന പാതയിലാണ് സുനാമിയിൽ ഏറ്റവുമധികം നാശനഷ്ടങ്ങളുണ്ടായ പല നാടുകളും. കൊല്ലം കരുനാഗപ്പള്ളിയിലെ ആലപ്പാട് ഗ്രാമപഞ്ചായത്തും അതിലുൾപ്പെടും. തങ്ങളുടെ ജീവനും ജീവിതവും തിരികെ നൽകിയ അമ്മയോടും മാതാ അമൃതാനന്ദമയി മഠത്തിനോടുമുള്ള നന്ദി പറയുകയാണ് ഇന്നും ഇവിടത്തുകാർ. ഡിസംബറിനെ ഇന്നും ഭയമാണ് ആലപ്പാടിന്. ഇവിടുത്തുകാരുടെ ഉറ്റവരും ഉടയവരുമായ 143 പേരുടെ ജീവനാണ് അന്ന് ആ രാക്ഷസ തിരമാലകൾ കവർന്നെടുത്തത്. ആ നടുക്കുന്ന ദുരന്തത്തിൻ്റെ ഓർമ്മകളിൽ നിന്നും ഇന്നും ഇവിടെ പലരും മുക്തരല്ലെങ്കിലും അതിജീവനത്തിൻ്റെ പാതയിലാണ് ആലപ്പാട്ടുകാർ. അറബിക്കടലിനും TS കനാലിനുമിടയിൽ 17 കിലോമീറ്റർ നീളത്തിലും 20 മുതൽ 500 മീറ്റർ വരെ വീതിയിലുമായി വരമ്പ് പോലെ സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്താണ് ആലപ്പാട്. കടലിൽ പോയി അന്നന്ന് കിട്ടുന്നത് കൊണ്ട് ദിവസങ്ങൾ കഴിക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ ഗ്രാമം. 2004 ഡിസംബർ 26 ആഞ്ഞടിച്ച 3 രാക്ഷസ തിരകൾ 143 പേരുടെ ജീവനുകളാണ് ഇവിടെ കവർന്നെടുത്തത്. ആ ദിവസത്തെ ഇന്നും ഓർത്തെടുക്കാൻ ഭയമാണ് ഇവിടുത്തുകാർക്ക്. പേടിയോടുകൂടി മാത്രമേ ഓർക്കാൻ കഴിയുന്നൊരു സംഭവമാണ്. ഇപ്പോഴൊന്നും തോന്നുന്നില്ല എങ്കിൽ പോലും ആ പേടി ആരുടെ മനസ്സിൽ നിന്ന് ഇതുവരെ മാറിയിട്ടുണ്ടാവില്ല. എന്നുവെച്ചാൽ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ലാത്തൊരു സംഭവം. കടലിനെ ആർക്കും പേടിയില്ലായിരുന്നല്ലോ, പക്ഷേ ഇപ്പോൾ കടലിനെ പേടിച്ചു തുടങ്ങി. സുനാമി എന്ന് പറയുന്നൊരു പ്രതിഭാസം നമ്മൾ വല്ലപ്പോഴൊക്കെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. അല്ലാതെ സുനാമി എന്ന പേര് പോലും സുനാമിക്ക് ശേഷം കുട്ടികൾ പോലും പറഞ്ഞു തുടങ്ങി. പക്ഷേ അതൊരു ഭീകരാന്തരീക്ഷം തന്നെയായിരുന്നു. ഉടുവസ്ത്രം മാത്രമായി നനഞ്ഞുലഞ്ഞ് അലമുറയിട്ട് നിന്നവർക്ക് മുന്നിൽ അന്നവും അഭയവുമായി അമ്മ സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി. ദുരന്ത സമയം മുതൽ ദുരിതബാധിതർക്കിടയിലേക്കിറങ്ങിയ അമ്മയും ആശ്രമവാസികളും വിശ്രമമില്ലാതെ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തി. ഷെൽട്ടറുകൾ വേറെയും. 8 മാസത്തോളമാണ് ക്യാമ്പുകൾ ഇവിടെ പ്രവർത്തിച്ചത്. പിന്നെ ഉറപ്പുള്ള കിടപ്പാടങ്ങൾ അമ്മ ഒരുക്കി നൽകി. ഭീതി നിഴലിച്ച മനസ്സുകളിലേക്ക് ആത്മവിശ്വാസം നിറച്ച അമ്മ അവരെ ജീവിതത്തിലേക്ക് തിരികെ നടക്കാൻ പരിശീലിപ്പിച്ചു. കടലിനിപ്പുറം കരയിലും മത്സ്യത്തൊഴിലാളികളെ വരുമാനമാർഗം നേടാനും വനിതകളെ സ്വയം പര്യാപ്തമാക്കാനും പഠിപ്പിച്ചു. ഇന്നും ആ കരുതൽ അമ്മയും അമൃതയും തുടരുകയാണ്. ആലപ്പാട് ജനതയിലെ ഓരോ ആൾക്കാരും മാതാ അമൃതാനന്ദമയിയോട് കടപ്പെട്ടിരിക്കുകയാണ്. കാരണം ഈ സുനാമി ദുരന്തമുണ്ടാകുന്ന സമയത്ത്, ദുരന്തമുണ്ടായിക്കഴിഞ്ഞ് ആദ്യം സഹായഹസ്തവുമായി കടന്നു ചെല്ലുന്നത് മാതാ അമൃതാനന്ദമയി മഠം തന്നെയാണ്. ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ആദ്യമായി ആഹാരം കഴിക്കുന്നത്, സുനാമിക്ക് ശേഷം ആദ്യമായി ആഹാരം കഴിക്കുന്നത് അമ്മ നൽകിയ ആഹാരമാണ്. അപ്പോൾ തീർച്ചയായിട്ടും സുനാമി ദുരന്തവുമായി ബന്ധപ്പെട്ട് അതിനു ശേഷവും ധാരാളം സഹായങ്ങൾ മാതാ അമൃതാനന്ദമയി മഠത്തിൽ നിന്ന് ഇവിടുത്തെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. അതെ, താങ്ങും തണലുമായി അമ്മയുള്ളപ്പോൾ അതിജീവനത്തിൻ്റെ പാതയിലാണ് ആലപ്പാട്. ആലപ്പാട്ടെ സുനാമി സ്മൃതി മണ്ഡപത്തിനരികിൽ നിന്നും പ്രതിഭാളത്തുകൊണ്ടൊപ്പം സുജിത് സുരേന്ദ്രൻ, അമൃത ന്യൂസ്, കൊല്ലം.